ഹലോ ഹായ് വെരി ഗുഡ് ഈവനിങ് വെരി ഗുഡ് ഈവനിങ്. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും വെൽക്കം ടു ക്ലാസ്. അപ്പൊ എല്ലാവരും ഉഷാറല്ലേ, ഹാപ്പി അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് ഇമോജി എല്ലാവരും കമന്റ് ബോക്സിൽ ടെൻസ് ഒന്ന് കാണട്ടെ, ഹാപ്പി ആണെങ്കിൽ. ഓക്കെ, പെർഫെക്റ്റ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഗുഡ്, പെർഫെക്റ്റ്. അപ്പൊ എല്ലാവരും ഇതേ ഹാപ്പിനെസ്സോടുകൂടി, എപ്പോഴും പറയാറുണ്ട് എന്താണ്, ഈ ഹാപ്പിനെസ്സോട് കൂടി ഈ ക്ലാസ് എൻഡ് ചെയ്യുന്നവരെ ഉഷാറായിട്ട് എന്റെ മക്കളെ ക്ലാസ്സിലിരിക്കുക. ഓക്കെ ആണല്ലോ, ഡൺ ആണല്ലോ, സെറ്റ് ആണല്ലോ? യെസ്. അപ്പോ നമുക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നമ്മളുടെ കവിതയായിട്ടുള്ള, നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കവിതയാണ്. അതിലെ ഉൾട്ടാ പുൾട്ട എന്ന് പറയുന്ന ആ ഒരു കവിതയിലെ ഇമ്പോർട്ടന്റ് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഈ കാര്യം ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്, പെർഫെക്റ്റ് ആണ്. ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മളുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ടപ്പേന്ന് ചെയ്തോട്ടെ. അപ്പൊ എല്ലാവരും മിസ് ചോദിക്കുന്നതിന് അനുസരിച്ച് എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ നമുക്ക് വേഗം തന്നെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. ഓക്കെ, കവിത പഠേ സഹി മിലാൻ കർക്കെ ലിഖെ. കവിത വായിക്കൂ. നമ്മൾ ഓൾറെഡി കവിത വായിച്ചതാണ്, നമുക്ക് കവിത അറിയാം. എല്ലാ കുഞ്ഞുമക്കൾക്കും കവിത എന്താണെന്ന് അറിയാം അല്ലെ? ഒരുപാട് കുഞ്ഞു ജീവികളെല്ലാം ഉള്ള അല്ലെ, എന്താണ്, നമ്മുടെ ചീന്തിയുണ്ട്, ചിൽച്ചട്ടയുണ്ട്, എല്ലാം മക്കടി എല്ലാവരുണ്ട്. എല്ലാവരും വീഴും എഴുന്നേൽക്കും അല്ലെ? അവരാരും എന്താണ്, ആ ഹോപ്പ് വിട്ട് കളയുന്നില്ല അല്ലെ? ആ സങ്കടപ്പെട്ട് ഞാൻ ചെയ്യത്തില്ല, ഞാൻ എഴുന്നേൽക്കത്തില്ല, ഞാൻ തോറ്റുപോയി എന്ന് വിചാരിച്ച് ഇരിക്കുന്നില്ല. പക്ഷെ അവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ, ആ ഒരു മെസ്സേജ് ആണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്നത് അല്ലെ? അപ്പോ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി ഇങ്ങനെയാണ്, കവിത പഠേ സഹി മിലാൻ കർക്കെ ലിഖെ. കവിത വായിക്കൂ, എന്നിട്ട് സഹി മിലാൻ. നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിച്ച് കണ്ടുവരുന്ന ആ ഒരു ചോദ്യമാണ് കേട്ടോ, സഹി മിലാൻ. അതായത് മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഈ വേർഡ് കണ്ടു കഴിഞ്ഞാൽ, സഹി മിലാൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എന്ത് മനസ്സിലാക്കണം, മാച്ച് ദി ഫോളോയിങ് ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, സഹി മിലാൻ കർക്കെ ലിഖെ, ശരിയായിട്ടുള്ള ജോഡി എടുത്ത് എഴുതൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലെ? നമുക്ക് വായിച്ചു തരാം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് മാച്ച് ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഓൾറെഡി വേഗം നോക്കാം അല്ലെ? ഓക്കെ അല്ലേ? ആക്ടിവിറ്റി ചെയ്യാലോ? ചെയ്യാം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ചിപ്കലി ഛത് സെ ഗിർതി ഹൈ. ആദ്യത്തെ ഓപ്ഷൻ ആണ് കേട്ടോ, ചിപ്കലി ഛത് സെ ഗിർതി ഹൈ. ബന്ദർ ഡാലി സെ ഗിർതാ ഹൈ. चींटे और तिलचट्टे पलटते हैं, मकड़े और गिरगिट गिरते हैं, जो हिम्मत खोते हैं, जो तुरंत संभलते हैं. ഈ സൈഡിലുള്ളതാണ് മിസ് വായിച്ചു പോയത്. ഓക്കെ, അപ്പുറത്തെ സൈഡിലുള്ള കൂടി വായിച്ചു നോക്കാം അല്ലെ? ഇതിന്റെ അർത്ഥം എല്ലാം പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, हाथ पैरों को सीधा कर चलते हैं, वे पछताते हैं, वे अपने आप उठ चल देती है, वे जीवन में सुख पाते हैं, दूसरी डाली पकड़कर हंसता है, अपने आप संभलते हैं. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ എന്ത് മനസ്സിലായി? നമ്മൾ പഠിച്ച അതന്നെ, നമ്മളെ പാഠത്തിലെ ഓരോ വരികൾ തന്നെയാണ് ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യം ഈ ലൈറ്റ് ബ്ലൂ ഷെയ്ഡുള്ള ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവര് എന്താണ് അതിന്റെ റിയാക്ഷൻ എന്നുള്ളത് ആ പിങ്ക് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ? അപ്പൊ നോക്ക്, ആദ്യത്തെ ഓപ്ഷൻ ആണ് ചിപ്കലി ഛത് സെ ഗിർതി ഹൈ. അപ്പൊ നമുക്ക് അറിയാലോ ചിപ്കലി എന്താണ്, ആരാണ് ചിപ്കലി എന്ന് പറഞ്ഞാൽ എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ, ആരാണ് ചിപ്കലി? എല്ലാവർക്കും അറിയാം ചിപ്കലി എന്താണെന്നും ആരാണെന്നും എല്ലാവർക്കും അറിയാം. പോരട്ടെ? യെസ്, ലിസാർഡാണ്. പല്ലി എന്ന് പറയുന്നുണ്ട്, പല്ലി തന്നെയാണ് കേട്ടോ. അപ്പോ ചിപ്കലി ഛത് സെ ഗിർതി ഹൈ നമുക്കറിയാം എവിടെ നിന്നാണ് ആള് വീഴുന്നത്, ഛത് സെ ഗിർതി, ആ റൂഫിൽ നിന്ന് അല്ലെ? ആ റൂഫിൽ നിന്ന് ഫ്ലോറിലേക്ക് ഇങ്ങനെ വീഴുന്നത് ആദ്യം തന്നെ, പാഠഭാഗത്തിൽ ആദ്യം തന്നെ പറയുന്നുണ്ട് അല്ലെ, വീഴുന്നുണ്ട്. പക്ഷെ ആൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓപ്ഷനിൽ ഇതില് ആള് ചെയ്യുന്ന കാര്യം നമുക്ക് നോക്കാം അല്ലെ? ഹാത്ത് പേരോ കോ സീതാ കർ ചലത്തെ ഹെ. കൈകാലുകൾ നേരെയാക്കിയിട്ട് പോകുന്നുണ്ട്. ആളതാണോ ചെയ്യുന്നേ? ആണോ? അതല്ല. നോക്ക്, വേ പശ്ചാത്തേ ഹെ, അവര് പശ്ചാത്തപിക്കുന്നുണ്ട്, റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അതാണോ? അതുമല്ല. നോക്ക്, അപ്നെ ആപ് ഉഡ് ചൽ ദേത്തി ഹെ, അതാണോ? അതായത് അപ്നെ ആപ്, സ്വയം, അപ്നെ ആപ് എന്താ? സ്വയം ഉഡ് ചൽ ദേത്തി ഹെ, സ്വയം എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതായിരിക്കുമോ? അതാണെന്നുള്ളവര് ആണോ എന്ന് പറയുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. അപ്നെ ആപ് ഉഡ് ചൽ ദേത്തി ഹെ.
चिपकली छत से गिरती है और अपने आप उठ चल देती है. ഓക്കെ, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ്. കാര്യം എന്താ, ഇതെല്ലാം ടപ്പ് ടപ്പ് എന്റെ കുഞ്ഞുങ്ങൾ കിട്ടാൻ കാര്യം എന്താ, നിങ്ങൾ അടിപൊളിയായിട്ട് ആ പാഠഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. കിട്ടാത്തതിന് വിഷമിക്കേണ്ട കേട്ടോ. കിട്ടാത്തതിന് എന്ത് ചെയ്യാം, നല്ല പോലെ ആ പാഠഭാഗം വായിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതുപോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം അടിപൊളിയായിട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വിഷമിക്കണ്ട കേട്ടോ, ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. ഇത് തെറ്റിപ്പോയൊരു കുഴപ്പമില്ല, നമുക്ക് അടുത്തൊരു സെറ്റാക്കാം. ഓക്കെ, അടുത്ത് നോക്ക്. ബന്ദർ ഡാലി സെ ഗിർത്താ ഹെ. ബന്ദർ, നമ്മളെ ബന്ദർ ആരാണ്, ബന്ദർ ആരാണെന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ നിന്ന് പറഞ്ഞേ. എല്ലാവർക്കും അറിയാം ബന്ദർ ആരാണെന്ന്. കമന്റ് ബോക്സിൽ നിന്ന് ഞാൻ പറഞ്ഞേടാ. യെസ്, മങ്കിയുടെ ഇമോജി ഒക്കെ ഇടുന്നുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ബന്ദർ മങ്കിയാണ്, കുരങ്ങനാണ്. ബന്ദർ ഡാലി സെ ഗിർത്താ ഹെ. ബന്ദർ ഡാലി, ഡാലി എന്ന് പറഞ്ഞാൽ മരത്തിന്റെ കൊമ്പ് എന്നൊക്കെ പറയില്ലേ, ചില്ല അല്ലെ ബ്രാഞ്ചസ് ഒക്കെ ഇല്ലേ, അതേന്ന് ഗിർത്താ ഹെ. ഗിർത്താ ഹെ എന്താണ്, വീഴുന്നു. ബന്ദർ ഡാലി സെ ഗിർത്താ ഹെ. അപ്പൊ അതിന്റെ മാച്ച് ആണ് ഇപ്പോഴും നോക്കാം അല്ലെ. നോക്ക്, ഇത്രയും നമ്മൾ വായിച്ചു. അടുത്ത് നോക്കാം. വേ ജീവൻ മേ സുഖ് പാത്തേ ഹെ. അവര് ജീവിതത്തില് എന്ത് കിട്ടും, സുഖ് പാത്തേ ഹെ, ഹാപ്പിനെസ്, സുഖം അല്ലെങ്കിൽ സ്വസ്ഥത, അതെല്ലാം നേടിയെടുക്കുമെന്നാണ് പറയുന്നത്. ബന്ദർ താഴ്ത്തു വീണിട്ട് അതാണോ ചെയ്യുന്നേ, അതാണോ, അതായിരിക്കത്തില്ല അല്ലെ. അതാണോ, അതല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ അതല്ല, നമുക്കത് ഓപ്ഷൻ വിട്ടേക്കാം. ദൂസരി ഡാലി പക്കടുക്കർ ഹസ്താ ഹെ. മറ്റൊരു ഡാലി ബന്ദർ ഡാലി സെ ഗിർത്താ ഹെ. സോറി തീരെ വയ്യാത്തോണ്ടാണ്. ഓക്കെ, ബന്ദർ ഡാലി സെ ഗിർത്താ ഹെ എന്ന് പറഞ്ഞപ്പോ ഡാലി ഒരു ചില്ലയിൽ നിന്ന് വീഴുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ നോക്ക്. ദൂസരി ഡാലി പക്കടുക്കർ ഹസ്താ ഹെ. മറ്റൊരു ചില്ല പിടിച്ചുകൊണ്ട് എന്താണ്, ചിരിക്കുന്നുണ്ട്. ആ ചില്ലയിൽ നിന്ന് വീണ് ഈ ചില്ലയിൽ പിടിച്ചു എന്നാലും നമ്മൾ ആ പാഠഭാഗത്തിൽ പഠിച്ചില്ല. അപ്പോ ദൂസരി ഡാലി പക്കടുക്കർ ഹസ്താ ഹെ വരുമോ, മറ്റൊരു ചില്ല പിടിച്ചുകൊണ്ട് ചിരിച്ചു എന്നുള്ളത് വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. കറക്റ്റ് ആണ്, കറക്റ്റ് ആൻസർ ആണ്. ദൂസരി ഡാലി പക്കടുക്കർ ഹസ്താ ഹെ, അത് തന്നെയാണ് ആൻസർ കേട്ടോ. ഇപ്പൊ നോക്ക്. ചീൻഡെ ഓർ തിൽച്ചട്ടെ പലട്ടെ ഹെ, മൂന്നാമത്തെ ഓപ്ഷൻ കേട്ടോ. ചീൻഡെ ഓർ തിൽച്ചട്ടെ പലട്ടെ ഹെ, ഇത് എന്തായിരിക്കും വരാ, ചീണ്ടി നമ്മൾ ആരാണ്, നമ്മുടെ ഉറുമ്പും തിൽച്ചട്ടെ പാറ്റയില്ലേ, അത് എന്താണ്, പലട്ടെ ഹെ, മറിഞ്ഞുപോയി. അവിടെ ഇങ്ങനെ മറിഞ്ഞു പോയപ്പോ അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, എല്ലാവരും ഒന്ന് പറഞ്ഞേ. എല്ലാവർക്കും അറിയാം. നമുക്ക് ഇവിടെ 1 2 3 ഇട്ട് തരാം. ഓക്കെ, ഇത് 1 ഇടാം, 2 ഇടാം, 3 ഇടാം, 4 ഇടാം, 5 ഇടാം, 6 ഇടാം. ഓക്കെ, ഇതിൽ ഏതായിരിക്കും വരാ, ഈ മൂന്നാമത്തെ ആയിട്ട് കണക്ട് ആവുന്ന ഏതായിരിക്കും, എല്ലാവരും പറഞ്ഞേ. ഇതിൽ ഏതായിരിക്കും, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്നെ ആപ്പ് സംഭലത്തെ ഹെ വരുമോ, ഒറ്റയ്ക്ക് അവർ എഴുന്നേറ്റു എന്നുള്ളത് വരുമോ, ഏതായിരിക്കും വരിക, 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, പോരട്ടെ, എന്തായിരിക്കും അവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞേ, എല്ലാവരും ഇത് പറഞ്ഞേ. യെസ്, പോരട്ടെ. യെസ്, ഫസ്റ്റ് 1 ആണെന്ന് എല്ലാവരും പറഞ്ഞു അല്ലെ. ഹാത്ത് പേരോങ്കോ സീതാക്കർ ചലത്തെ ഹെ. അവര് മറിഞ്ഞുപോയി അല്ലെ, അവരിങ്ങനെ നടന്നു പോയാൽ ഇങ്ങനെ മറിഞ്ഞുപോയി. പക്ഷെ എന്താണ്, ഹാത്ത് പേരോങ്കോ സീതാക്കർ ചലത്തെ ഹെ, കൈകാലുകൾ നേരെയാക്കിയിട്ട് അവരെന്താ, സീതാക്കാന്ന് വെച്ചാൽ നേരെയാക്കിയിട്ട് ചലത്തെ ഹേ, നടക്കുന്നുണ്ട് വീണെങ്കിൽ പോലും. അപ്പോ കറക്റ്റ് ആണ്, എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പോ ഫസ്റ്റ് 1 ആയിട്ടായിരിക്കും മാച്ച് ആയിട്ട് വരാം. ഓക്കെ, പെർഫെക്റ്റ്. നമുക്ക് അടുത്ത് നോക്കാം അല്ലെ. മക്കടെ ഓർ ഗിർഗിട്ട് ഗിർത്തെ ഹെ. മക്കടെ നമ്മുടെ ആരാണ്, നമ്മളെ എട്ടുകാലിയും പിന്നെന്താ ഗിർഗിട്ട് ഓന്തെന്ന് പറയും. അപ്പൊ ഗിർഗിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗിർത്തെ ഹെ, അവര് വീണു എന്നാ പറയുന്നത്. എന്നിട്ട് അവരെന്താ ചെയ്യാ, അവരെന്താ ചെയ്തിട്ടുണ്ടാവുക, എല്ലാവർക്കും അറിയാം. ഇതിൽ ഏതായിരിക്കും വരാ, ഇനി ബാക്കിയുള്ളത് 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. ഏതായിരിക്കും വരാ, 2 ആണോ, 4 ആണോ, 6 ആണോ, ഏതായിരിക്കും വരാടാ, എല്ലാരും പറഞ്ഞേ. യെസ്, 6 ആണ്. വെരി ഗുഡ്, 6 തന്നെയാണ് കേട്ടോ. അവരെന്ത് ചെയ്യും, വേ അപ്നെ ആപ്പ് സംഭലത്തെ ഹെ, വീണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, അപ്നെ ആപ്പ് സ്വയം സംഭലത്തെ ഹെ, ടേക്ക് കെയർ ചെയ്യും. അവരത് സ്വയം ഹാൻഡിൽ ചെയ്യുന്നതാണ് പറയുന്നത്. വെരി ഗുഡ് കേട്ടോ. ലാസ്റ്റത്തിന് തൊട്ട് മുൻപത്തെ ഓപ്ഷൻ നോക്കാം. ജോ ഹിമ്മത്ത് ഖോത്തെ ഹെ, ആരാണോ ധൈര്യം ഖോത്തെ ഹെ, ഖോത്തെ ഹെ എന്ന് പറഞ്ഞാല് നഷ്ടപ്പെടുത്തുന്നത്, അവരെന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, എല്ലാവരും പറഞ്ഞേ. യെസ്, കറക്റ്റ് ആൻസർ 2 എല്ലാരും പറയുന്നത് അല്ലെ. വേ പശ്ചാത്തെ ഹെ, അവര് പശ്ചാത്തപിക്കും. വെരി ഗുഡ് കേട്ടോ, എല്ലാവർക്കും അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചു അല്ലെ. സെറ്റ്. ഓക്കെ, എല്ലാരും പഠിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ തോന്നുന്നേ. അപ്പൊ എന്താ തോന്നുന്നല്ലോ, റിയാലിറ്റി ആണെന്നാണ് എല്ലാവരും പറയുന്നത്. കറക്റ്റ് ആണ്. അപ്പൊ എല്ലാം അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മിസ്സിന് മനസ്സിലായി. ഇപ്പൊ നല്ല കുട്ടികളാണല്ലേ. ഓക്കെ, നോക്ക്. ജോ ഹിമ്മത്ത് ഖോത്തെ ഹെ വേ പശ്ചാത്തെ ഹെ, ആരാണോ ധൈര്യം കളയുന്നത്, നഷ്ടപ്പെടുത്തുന്നത്, അവരെന്ത് ചെയ്യും,
വേ പശ്ചാത്താത്തെ ഹെ, അവര് പശ്ചാത്തപിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഒബ്വിയസ്ലി ഈ ഓപ്ഷൻ ജോ തുരന്ത് സംഭൽത്തെ ഹെ എന്ന് പറയുന്ന ഓപ്ഷൻ ജോ ഹിമ്മത്ത് അല്ലെങ്കിൽ എന്താണ് ജോ തുരന്ത് സംഭൽത്തെ ഹെ, അതെന്തായിരിക്കും? ഒബ്വിയസ്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒബ്വിയസ്ലി എന്തായിരിക്കും ബാക്കിയുള്ള ഓപ്ഷൻ ആയിട്ടുള്ള നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും അല്ലെ? വരെ ജീവൻ മേ സുഖ പാത്തെ, അവര് ജീവിതത്തില് ഹാപ്പിനെസ് നേടിയെടുക്കും. എല്ലാവരും, അതായത് വീണ പാടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരെല്ലാവരും തുരന്ത് അപ്പൊ തന്നെ എന്താണ് സംഭലത്തെ ഹേ, എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരും ടേക്ക് കെയർ ആക്കുന്നവരും എല്ലാവരും എന്ത് ചെയ്യും? ജീവൻ മേ സുഖ പാത്തെ ഹേ, അവരാണ് ജീവിതത്തിലെ സുഖം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ സുഖം നേടുന്നത് അല്ലെങ്കിൽ ഹാപ്പിനെസ് നേടുന്നത് അല്ലെങ്കിൽ വിജയം നേടുന്നത് എന്നാണ് നമ്മളെ കവി നമ്മളോട് പറയുന്നത്. അപ്പൊ ഇത് തന്നെയായിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരാം. അപ്പോ എല്ലാവരും ആൻസേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എല്ലാവർക്കും ഒരു കൈയ്യടി എടുക്കാം അല്ലെ? ഓക്കെ, അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി വേഗം തന്നെ നോക്കാം അല്ലെ? നോക്കാം. ചിത്ര കെ നീച്ചെ കവിത സെ ഉചിത പങ്ക്തിയാം ചുരുക്കർ ലിഖെ. ചിത്രത്തിന് താഴെ തന്നിരിക്കുന്ന, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ചിത്രത്തിന് താഴെ കൊടുത്തിരിക്കുന്ന എന്താ പറഞ്ഞിരിക്കുന്നേ? ആ കവിതയിൽ നിന്ന് ഉചിത പങ്ക്തിയാം ചുരുക്കർ ലിഖെ. ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടാവും. ആ പിക്ചറിൽ മാച്ച് ചെയ്യുന്ന ഉചിതമായിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള പങ്ക്തിയാം. പങ്ക്തിയാം എന്ന് പറഞ്ഞാല് വരികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പങ്ക്തിയാം ചുരുക്കർ ലിഖെ, തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എന്തറിയാം? ഈ കവിത അറിയാം. അപ്പൊ ആ പിക്ചർ കാണുമ്പോൾ തന്നെ ആ കവിതയുടെ ആ വരികൾ ഓർമ്മ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഈ കവിത അല്ലെങ്കിൽ ഈ പാഠഭാഗം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അർത്ഥമാക്കാം. അതായത് കവിതയുടെ വരികൾ ഫുള്ളായിട്ട് ഓർമ്മ വന്നില്ലെങ്കിൽ പോലും ഈ പിക്ചർ കാണുമ്പോൾ ആ വാക്ക്, അയാളെ പറയുന്ന പേര് ഓർമ്മ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് മനസ്സിലാക്കാം? ഇത് അടിപൊളിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമുക്ക് വേഗം തന്നെ പിക്ചർ കാണിച്ചു തരാൻ നോക്ക്. ദേ, ആരോ മേലെന്ന് വീഴാണ്. ആരാണ് ഇയാള്? ഇയാളെ കാണുമ്പോ തന്നെ ആ വാക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വന്നു എങ്കിൽ വേഗം തന്നെ കമന്റ് ബോക്സിൽ നിന്ന് ഇട്ടാടാ. ഏതാണ് അല്ലെങ്കിൽ ആരാണ് ഇയാള്? ഈ വീഴുന്ന ആൾ ആരാണ്? കാണുമ്പോ തന്നെ മനസ്സിലാവും ആരാണെന്നുള്ളത്. എല്ലാവരും ദേ ഇമോജി അടക്കമായിട്ട് എല്ലാവരും ഇടുന്നുണ്ട്. യെസ്, നമ്മളെ ചിപ്കലിയാണ് അല്ലെ? ചിപ്കലിയാണ് നമ്മള്. വെരി ഗുഡ്, പെർഫെക്റ്റ്. അപ്പൊ ചിപ്കലിയാണ് നമ്മളെ അല്ലെ? നമ്മള് ചിപ്കലി കൂട്ടരാണ് അല്ലെ? അപ്പൊ നമുക്ക് ആ വരികൾ ഏതായിരിക്കോടാ? യെസ്, എക്സാക്ട്ലി നിങ്ങൾ ഉദ്ദേശിച്ച ആ വരി തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരാം. നോക്കാം നമുക്ക്. ഓക്കെ, ചൽത്തെ ചൽത്തെ നിച്ചലി ചത്സെ ഗിർത്തി ജബ് ചിപ്കലി ഛപാക് എന്ന് പറയുന്ന ആ വരി തന്നെയാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നിങ്ങൾ പറഞ്ഞ ചിപ്കലി അതിലുണ്ട്. യെസ്, ഗുഡ് ആണ്, പെർഫെക്റ്റ് ആണ്, പ്രശ്നമില്ല. അപ്പൊ നോക്ക്, ചലത്തെ ചലത്തെ പോയി നടന്ന് പോകുമ്പോൾ നിച്ചലി ചത്സെ, താഴെയുള്ള ആ റൂഫ് നിന്ന്, ചത്തിൽ നിന്ന്, ആ ഒരു ഫ്ലോറിൽ നിന്ന് അല്ലെങ്കിൽ റൂഫിൽ നിന്ന് എന്താണ്? ഗിർത്തി ജബ് ചിത്കലി ഛപാക്, വീഴാണ് അല്ലെ? പെട്ടെന്ന് തന്നെ ഒരാള് നമ്മളെ ആരെ വീഴുന്ന? പള്ളിക്കൂട്ടം വീഴാണെന്ന് പറയാണ്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ആൻസർ. ഇപ്പൊ അടിപൊളിയാണോ? ഓക്കെ, നമുക്ക് അടുത്ത പിക്ചർ കാണിച്ചു തരട്ടെ. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ ഈ ആക്ടിവിറ്റി ഓക്കെ ആണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ എന്താണ് കമന്റ് ബോക്സ് തംസ് അപ്പിന്റെ ഇമോജി ഇട്ട് എല്ലാവരും ഇട്ടെ നോക്കട്ടെ. യെസ്, ഗുഡ് ആണ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത പിക്ചർ നോക്കാം. നോക്ക്, ഇതേ ആളെ കാണുമ്പോ തന്നെ ഇയാളുടെ പേര് ഓർമ്മ വന്നെങ്കിൽ വേഗം തന്നെ ഇട്ടേടാ. വേഗം തന്നെ കമന്റ് ബോക്സിൽ ഇട്ടെ, മിസ് ഒന്ന് കാണട്ടെ. യെസ്, വന്നല്ലോ. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും എന്ത് പറയുന്നു? ബന്ദർ എന്ന് നിങ്ങൾ ഉറക്കെ 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 കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. ഗുഡ്, ദാറ്റ്സ് ഗുഡ്. അപ്പൊ നമുക്ക് ബന്ദർ എന്ന് എല്ലാരും പറയുന്നുണ്ട് കമന്റ് ബോക്സിൽ. എല്ലാരും പറയുന്നുണ്ട്. ഡാലി എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചൊരു ഡാലി, മിസ് ഡാലിന്ന് വീണു. യെസ്, ഗുഡ് ആണ്. ആ ബ്രാഞ്ചിൽ നിന്ന് വീഴുന്നാണ് കാണിക്കുന്നത്. ഗുഡ്, അതും ഗുഡ് ആണ്. അപ്പൊ വേഗം നമുക്ക് വരികൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഊപ്പർ കി ഡാലി സെ ബന്ദർ ജബ് ആ ഗിർത്താ ഹെ നീച്ചെ, അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരിക. ഊപ്പർ കി ഡാലി, മേലെയുള്ള കൊമ്പിൽ നിന്ന് എന്താണ്? ബന്ദർ, നമ്മളെ കുരങ്ങൻ എന്താണ്? ജബ് ആ ഗിർത്താ ഹെ നീച്ചെ, അയാള് വന്ന് വീഴാണ് താഴേക്ക് എന്ന് പറയുന്ന ആ വരിയാണ് ഈ പിക്ചറിന് ഉചിതമായിട്ടുള്ള പങ്ക്തി അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള വരി. ഓക്കെ ആണല്ലോ? ഗുഡ് ആണല്ലോ? ഇത് രണ്ടും ശരി. എത്ര പേരുണ്ടാ? ഇത് രണ്ടും ശരിയായ എത്ര പേരുണ്ട്? കമന്റ് ബോക്സിൽ വേഗം വരട്ടെ. എന്റെ ഇത് രണ്ടും ശരിയായി മിസ്സേ. യെസ് യെസ് യെസ്, ഗുഡ്, പെർഫെക്റ്റ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നു അല്ലെ? യെസ്, ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത പിക്ചർ നോക്കാം അല്ലെ? ഈ ഒരു സെയിം എനർജിയാണ് എന്റെ മക്കളെ നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യുന്നവരെ എല്ലാവർക്കും വേണം കേട്ടോ. അപ്പൊ എല്ലാവരും ധൃതിയൊന്നും പിടിക്കേണ്ട, സമാധാനമായിട്ട് വെള്ളം എല്ലാം കുടിച്ച് അടിപൊളിയായിട്ട്, ചൂടൊക്കെ ഭയങ്കര കൂടുതലാണ് അല്ലെ? അപ്പൊ എന്താക്കണം? വെള്ളം എല്ലാം കുടിച്ച് അടിപൊളിയായിട്ട് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമുക്ക് അടുത്ത പിക്ചർ നോക്കാം. യെസ്, ദേ നമ്മുടെ ഉറുമ്പും നമ്മുടെ കോക്രോച്ച് ഇങ്ങനെ വീണ് കിടക്കാണ്. അപ്പൊ ആ വരി ഏതാണ്? യെസ്, ഒരു പേര് പറഞ്ഞു എല്ലാരും.
തിൽച്ചട്ടെ. തിൽച്ചട്ടെ എന്ന് പറയുന്നില്ലായിരുന്നു. യെസ്, ഗുഡ്. ചീണ്ടി. അതും കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. ആ വരികൾ തന്നെയാണ് ഇതിൽ വരിക. നോക്കാം. തിൽച്ചട്ടെ ചീണ്ടെ ജബ് ചലത്തെ ഏകാഏക് പലട്ട് ജാത്തെ ഹേ. തിൽച്ചട്ടെ, നമ്മുടെ തിൽച്ചട്ടയും ചീണ്ടയും ചലത്തെ നടന്ന് പോയപ്പോ എന്ത് സംഭവിച്ചു? ഏകായേക, അപ്പൊ തന്നെ, പെട്ടെന്ന്. ഏകായേക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പലട്ട് ജാത്തെ ഹേ, മറിഞ്ഞ് അങ്ങോട്ട് വീണു. അവരിങ്ങനെ നടന്നു പോയപ്പോ ഇങ്ങനെ പലട്ട് ആയിപ്പോയി. പിന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നുണ്ടായില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? അപ്നെ ആപ് സംഭലത്തെ ഹേ. ഓക്കെ, അല്ലെങ്കിൽ എന്താ, ഹാത്ത് പേരോസെ അങ്ങനെ ചെയ്യുന്നുണ്ട്. യെസ്, ഗുഡ് ആണ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത പിക്ചർ നോക്കാം അല്ലെ. നോക്കാം. യെസ്, ഇതാരൊക്കെയാണ്? ഇവരൊക്കെ ആരൊക്കെയാണ്? പോരട്ടെ. യെസ്, ഇതൊക്കെ ആരൊക്കെയാണ്? മക്കടെ എന്ന് പറയുന്നുണ്ട്. മക്കടി. ഓക്കെ. ഗിർഗിട്ട് എന്ന് പറയുന്നുണ്ട്. യെസ്, ഗിർഗിട്ട് ഉണ്ട്. യെസ്, അപ്പൊ ആ വരികൾ തന്നെയാണ്. ആ വരികൾ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല, ഒരു സംശയമില്ല. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്. യെസ്, ഗുഡ് ഗുഡ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വരികൾ നോക്കാം അല്ലെ. വരികൾ വായിച്ചു നോക്കാം. യെസ്, ചീണ്ടി ഗിർത്തി, മക്കടെ ഗിർത്തെ, ഗിർഗിട്ട് ഗിർത്തെ ഓർ സംഭലത്തെ. വെരി ഗുഡ്. അതെ, നിങ്ങൾ പറഞ്ഞ ചീണ്ടി ഉണ്ട്, മക്കടെ ഉണ്ട്, ഗിർഗിട്ട് ഉണ്ട്. ഇവരെല്ലാം വീണെങ്കിൽ പോലും സംഭലത്തെ, അവര് എന്താണ്, എഴുന്നേറ്റ് നിന്നു. അല്ലെങ്കിൽ എന്താണ്, അവര് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചു അല്ലെ. അത് വിട്ടു കൊടുത്തില്ല അവര് അല്ലെ. തോൽവി സമ്മതിച്ചു കൊടുത്തു. ഞാൻ വീണു, എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല എന്ന് അവര് കരുതിയില്ല. അവരെന്ത് വിചാരിച്ചു? പോയി സംഭലത്തെ, അവരെന്ത് ചെയ്തു? അവരത് തിരിച്ചു വന്നിരിക്കുന്നു അല്ലെ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത പിക്ചർ നോക്കാം. ഇത് കൂടി ശരിയാക്കി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? ഇത് ഈ പാഠഭാഗം അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാണ്. നമുക്ക് ഇനി ഇത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും പറയും എന്നൊരു കോൺഫിഡൻസ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആവാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം നോക്കാം. യെസ്, ദേ എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ അതിൽ ഏത് വരിയായിരിക്കും വരിക? എല്ലാവരും ഹാപ്പി ആയിട്ടാ കാണുന്നത്. ഏത് വരിയായിരിക്കും വരിക? എല്ലാവരും പറഞ്ഞേടാ. ലാസ്റ്റ് വരി മിസ്സേ, ലാസ്റ്റ് വരി. യെസ്, ലാസ്റ്റ് വരിയാണല്ലോ. നോക്കാം, ആ വരി ഒന്ന് നോക്കാം കേട്ടോ. धूल झाड़ जो तुरंत संभलते वे जीवन में सुख पाते हैं. എന്താണ്? പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് തുരന്ത്, അപ്പോ തന്നെ സംഭലത്തെ, എഴുന്നേൽക്കുന്നവരാണ്. ആരാണോ വീണ് കഴിഞ്ഞ അപ്പോ തന്നെ എഴുന്നേൽക്കുന്നവര് വേ ജീവൻ മേ സുഖ പാത്തേ ഹേ, അവരെല്ലാം ജീവിതത്തിൽ എന്ത് ചെയ്യും? സുഖ പാത്തേ ഹേ, സന്തോഷം അനുഭവിക്കും. ഈ വരി അല്ലാന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ കൂട്ടുകാരെല്ലാരും വരുന്ന അല്ലെ, നമ്മുടെ എന്താണ്, ചിക്കലിയും ബന്ദറും മക്ഡേയും ചിൽച്ചട്ടയും ഗിർഗിട്ടും ചീണ്ടി എല്ലാം വരുന്ന ഒരു വരി കൂടിയില്ല. ആ വരിയാണെങ്കിലും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ആ വരിയാണെങ്കിലും സംശയമൊന്നുമില്ല, അതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിലെല്ലാവരും സുഖപാത്തേഹേ എന്നൊരു അർത്ഥം വരുന്ന വരിയായിട്ടും കാണാം, അല്ലെങ്കിൽ ആ വരി എഴുതി കഴിഞ്ഞാലും അതാണ് കുറച്ചും കൂടി ആപ്റ്റ് ഇതിനേലും. പക്ഷെ ഇതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ ആ വരിയാണ് പറഞ്ഞതെന്നാ പറയുന്നത്. കുറച്ച് രണ്ടും ശരിയാണ് കേട്ടോ, രണ്ടും ശരി തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഈ ആക്ടിവിറ്റി അടിപൊളിയായിട്ട് ചെയ്തവരെല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാടാം. ഹാർട്ട് ഇടാം, നമ്മൾ ന്യൂട്ടൺസിന്റെ ആപ്പിൾ ഇടാം, എല്ലാം കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ് ആണ്. യെസ്, അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം അല്ലെ. കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇതെല്ലാം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലെ. യെസ്, നമുക്ക് വേഗം തന്നെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാൻ നോക്കടാ. ആസ്വാദൻ ടിപ്പണി. ഒരു കവിതയാവുമ്പോൾ കുറച്ച് ആസ്വാദൻ ടിപ്പണി ആവും അല്ലെ. ഒരു ആസ്വാദൻ ടിപ്പണി എന്ന് പറഞ്ഞാല് ആസ്വാദന കുറിപ്പ് കേട്ടോ. ആസ്വാദന കുറിപ്പ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് വേഗം തന്നെ വായിച്ചു നോക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നോക്കാം. ഉൾട്ടാ പുൾട്ടാ नामक कविता प्रसिद्ध कवि ഭഗവതി പ്രസാദ് ദ്വിവേദി ने लिखा है. അതായത് ഉൾട്ടാ പുൾട്ടാ എന്ന് നാമക പേരുള്ള കവിത പ്രസിദ്ധനായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള കവിയായിട്ടുള്ള ഭഗവതി പ്രസാദ് ദ്വിവേദി നെ, അദ്ദേഹമാണ് അല്ലെങ്കിൽ അദ്ദേഹത്താലാണ് ലിഖാഹെ എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മളുടെ കവിതയുടെ പേരുണ്ട്, കവിതയാണെന്നുണ്ട്, എഴുത്തുകാരന്റെ പേരുമുണ്ട്. ഓക്കെ, അടുത്ത വരികൾ നോക്കാം. ഇസ് കവിത മേ വിഭിന്ന പ്രാണിയോ കെ ജീവൻ കെ ബാരെ മേ ബത്തായ ഗയാ ഹെ. ഇസ് കവിത മേ, ഇസ് എന്ന് പറഞ്ഞാൽ ഈ, അപ്പൊ കവിത മേം, ഈ കവിത മേം എന്ന് പറഞ്ഞാൽ എൽ, ഈ കവിതയിൽ വിഭിന്ന പ്രാണിയോ കെ, പലതരത്തിലുള്ള പ്രാണിയോ കെ, ജീവികളുടെ ജീവൻ കെ ബാരെ മേ, ജീവിതത്തെ പറ്റി, ജീവൻ കെ ബാരെ മേ ജീവിതത്തെ പറ്റി
ബത്തായ ഗയാ ഹെ പറഞ്ഞിരിക്കുകയാണ് നമ്മളോട്. എല്ലാം എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരുപാട് കുഞ്ഞു കുഞ്ഞു ജീവികളുടെ എല്ലാവരുടെയും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അവര് വീഴും, എഴുന്നേൽക്കും, പക്ഷെ അവർ തോറ്റു കൊടുക്കുന്നില്ല, ഹാപ്പിയാണെന്നെല്ലാം പറയാണ് അല്ലെ. അതെല്ലാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇസ്മേം, ഇതിൽ ഇസ്മേം ബന്ദർ, ആരൊക്കെയുണ്ട്? ബന്ദർ ഉണ്ട്, ചിപ്കലി ഉണ്ട്. ബന്ദർ ആരാന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് ബന്ദർ? പോരട്ടെ, മങ്കിയാണ്. യെസ്, ചിപ്കലി ഉണ്ട്. ചിപ്കലി നമ്മുടെ പല്ലിക്കൂടനാണ് അല്ലെ. ചീൻട്ടിയോം, ഉറുമ്പുകളുണ്ട്. മക്കടി, എട്ടുകാലികളുണ്ട്. ആദി ജീവോക്കെ ദ്വാര എന്ന്, അല്ലെങ്കിൽ ആദി ഇതെല്ലാം അല്ലെങ്കിൽ ഇവ പോലുള്ള എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആദി എക്സെട്ര എടുത്തില്ല നമ്മള്. ഇതുപോലുള്ള ജീവോം കെ ദ്വാര, ഇതുപോലുള്ള ജീവികളുടെ ദ്വാര, ജീവികളിലൂടെ, ഇങ്ങനെ ലൂടെ എന്ന് പറയില്ല, ജീവികളിലൂടെ സംജായ ഗയാ ഹെ മനസ്സിലാക്കുകയാണ് നമ്മളെ അല്ലെ. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഈ കുഞ്ഞു കുഞ്ഞു ജീവികളുടെ ലൈഫിൽ കുഞ്ഞു ഇൻസിഡന്റ് എടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. കി മനസ്സിലാക്കാൻ ശ്രമിച്ചിരിക്കുന്ന കാര്യം നോക്ക്. കി എന്തെന്നാൽ എന്താണ്? ജീവൻ ഗിർനെ ഓർ സംഭലനെ കി പ്രക്രിയ ഹെ. വെരി ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ് കേട്ടോ. അപ്പൊ നോക്ക്, ജീവിതം എന്ന് പറയുന്നത് ഗിർനെ വീഴുന്നതും ഓർ സംഭലിനെ എഴുന്നേൽക്കുന്നതുമായിട്ടുള്ള കി പ്രക്രിയ ഹെ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്, പ്രവർത്തനമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ അത്തരം ആക്ടിവിറ്റി ഉള്ള ഒരു കാര്യമാണ് നമ്മളുടെ ജീവിതം. നമ്മൾ പലപ്പോഴും വീഴും, എഴുന്നേൽക്കും. നമ്മൾ വീണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ കിടക്കുമോ? നമ്മൾ ഇല്ല, നമ്മൾ എഴുന്നേക്കാൻ ശ്രമിക്കും. മാക്സിമം അത് തന്നെയാണ് ലൈഫിൽ ചെയ്യേണ്ടതെന്നാണ് നമ്മളെ കവി നമ്മളോട് പറയുന്നത്. നോക്കാം, ഉൾട്ടാ പുൾട്ടാ ശീർഷക് കവിത കെ ബാരെ മേ യഹ് ബതാതാ ഹേ കി. ഉൾട്ടാ പുൾട്ട എന്ന് പറയുന്ന ശീർഷക്, ഹെഡിങ് അല്ലെങ്കിൽ അതിന്റെ നെയിം എന്ന് പറയുന്നത് കവിതയിൽ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ്? कैसे चिपकली बंदर चींटियां गिरगट और मकड़ी गिर कर भी तुरंत उड़ जाते हैं. അതായത് ചിപ്കലി എങ്ങനെയാണോ, കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ചിപ്കലി പല്ലിയും ബന്ദർ കുരങ്ങനും ചീണ്ടിയ ഉറുമ്പുകളും ഗിർഗിട്ട് ഓന്തും ഓരോ മക്കടി എന്താണ് നമ്മളുടെ എട്ടുകാലിയും എല്ലാം ഗിർകർബി വീണെങ്കിൽ പോലും തുരന്ത് അപ്പോ തന്നെ പെട്ടെന്ന് ഉഠ് ജാത്തെ ഹെ എഴുന്നേൽക്കുന്നുണ്ട്. ഉഡ്ജാന എഴുന്നേൽക്കുന്നുണ്ട്. യഹ്ഹമേം ഇത് നമ്മളെ സിഖാത്താ ഹേ കി പഠിപ്പിക്കുകയാണ്. സിഖാത്താ ഹേ കി പഠിപ്പിക്കുകയാണ്. അഗർ എന്ന് പറഞ്ഞാൽ ഇഫ്, ഇൻ കേസ്, എങ്ങാനും എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് അഗർ എന്ന് പറഞ്ഞാല്. ഇഫ് നമ്മൾ എങ്ങാനും, ഹം ഗിരേ യാ ഹാരെ, നമ്മൾ എങ്ങാനും വീഴുകയോ, ഹാരെ ഗിർണ നമുക്കറിയാം വീഴുകയാണ്. ഹാരയും എന്ന് പറഞ്ഞാല് തോറ്റു പോവുകയാണെങ്കിൽ, ആണെങ്കിൽ ഹിമ്മത് സെ ഉഠ് കർ കോശിഷ് കർത്തേ രഹേ. ഹിമ്മത് സെ ധൈര്യപൂർവം എന്നാൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഉഠ് കർ എഴുന്നേറ്റ്, കോശിഷ് കർത്തേ രഹേ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മൾ ജയിക്കുന്നവരെ. തഭി ജീവൻ മേ സുഖ് ഓർ ഖുഷി മിലേഗ. അപ്പോ തന്നെയാണ് ജീവിതത്തിൽ എന്ത് കിട്ടുന്നേ? സുഖം അല്ലെങ്കിൽ ഹാപ്പിനെസ്, പിന്നെന്താ ഖുഷി, ഹാപ്പിനെസ്സും അല്ലെങ്കിൽ എന്താ സന്തോഷം എല്ലാം മിലേഗ ലഭിക്കുക എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് കവി. അത് തന്നെയാണ് നമ്മളെ കവിതയുടെ ആശയമായിട്ടും വരുന്നത്, ആസ്വാദന ടിപ്പണിയായിട്ടും വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്? നമ്മള് തോറ്റു പോകരുത് എന്നെല്ലാം കാര്യമാണ് നമ്മളോട് പറയുന്നത്. തോറ്റു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വീണ്ടും ജയിക്കാനായിട്ട് ട്രൈ ചെയ്യണം. ഒരു പ്രാവശ്യം തോറ്റു, 2 പ്രാവശ്യം തോറ്റു നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഇല്ല, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം എന്നാണ് നമ്മളുടെ കവി നമ്മളോട് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത നോക്കാം. ഈ ഒരു കുഞ്ഞു ആക്ടിവിറ്റി നോക്കാം അല്ലെ. നോക്ക്, പിക്ചർ കൊടുത്തിട്ടുണ്ട്, താഴെ 4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവര് എല്ലാവരും എന്ത് ചെയ്യണം? ആ 4 ബോക്സും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ ഇത് ഒന്നാമത്തെ ഓപ്ഷൻ ആണ് അല്ലെ. അപ്പൊ 1 നമ്പർ ഉള്ള എല്ലാ ബോക്സും എന്റെ മക്കളൊന്ന് സെലക്ട് ചെയ്തേടാ. വേഗം തന്നെ സെലക്ട് ചെയ്ത, വേഗം തന്നെ. നമുക്ക് ഇയാളുടെ പേര് അറിയാം അല്ലെ. ഇയാളുടെ പേര് അറിയാം. അപ്പൊ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം? അത് അടിപൊളിയായിട്ട് തന്നെ ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പൊ വേഗം തന്നെ എല്ലാവർക്കും ഇതിന്റെ പേര് കൃത്യമായിട്ട് തന്നെ അറിയാം അല്ലെ. അപ്പൊ 1 നമ്പർ എല്ലാവരും സെലക്ട് ചെയ്തടാ. യെസ്, ഇത് കിട്ടി. പിന്നെ 1 ഏതാണ്? ഇത് കിട്ടി. യെസ്, പിന്നെ എന്താണ് ഉള്ളത്? 1 ഏതാണ്? കായുണ്ട്. പിന്നെ ഏതാണ് ഉള്ളത്? 1 എന്നുള്ളത്. യെസ്, പായുണ്ട്. അപ്പോ നമുക്ക് കൃത്യമായിട്ട് ഇയാളുടെ പേര് അറിയാം. എന്താണ് അയാളുടെ പേര്?
എന്താണ് അയാളുടെ പേര്? വേഗം തന്നെ പറഞ്ഞു. നമ്മൾ ഈ കവിത അല്ലെങ്കിൽ ഈ കവിത പഠിച്ചപ്പോൾ തൊട്ട് നമ്മൾ ഇയാളുടെ പേര് മറന്നു തുടങ്ങിയതാണ്. നമ്മൾ ഒരിക്കലും ഇയാളുടെ പേര് മറന്നു കളയരുത് കേട്ടോ. അപ്പൊ ഇയാൾ ആരാണെന്ന് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വേഗം തന്നെ കമന്റ് ബോക്സിൽ ഇട്ടാണ്. മിസ് ഒന്ന് കാണട്ടെ, നിങ്ങൾക്ക് അറിയാലോ. വേഗം തന്നെ പോരട്ടെ. യെസ് യെസ് യെസ്, ആ ചിപ്കലി. യെസ്, ചിപ്കലി എന്നാണ് ആൻസർ വരാൻ നമുക്ക് എല്ലാവർക്കും എഴുതാം അല്ലെ. ദേ ചിപ്പ്, ചി എഴുതി, ഇത് ഇട്ടു. ചിപ്പ്, പാ എഴുതി, ഇയാളെ വിട്ടു. കാ എഴുതി, ചിപ്പ് ക. ദേ ലീ, ലീയും എഴുതി കേട്ടോ. അപ്പൊ ചിപ്കലിയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് അടുത്ത ആളെ സെറ്റ് ആക്കണ്ടേ? ഇത് തെറ്റിപ്പോയി വിഷമിക്കേണ്ട, നമുക്ക് അടുത്ത ആളെ കാണുമ്പോഴത്തേക്കും സെറ്റ് ആക്കണം. ഓക്കെ ആണല്ലോ, ഡൺ ആണല്ലോ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്, ഹാപ്പിയാണ്. യെസ് യെസ്. നോക്കാം ഇതെന്തായിരിക്കും വരാണ്, ഇതെന്തായിരിക്കും വരാ. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അതേ കമന്റ് ബോക്സിൽ ആൻസർ വന്നു കഴിഞ്ഞു. യെസ് യെസ് യെസ്, 2 എന്നുള്ളതേ 1 പോരട്ടെ. യെസ്, 2 എന്നുള്ളതേ ബന്ദർ. യെസ് 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 യെസ്, കണ്ടോ ദേ സെറ്റ് ആണ്. ദേ ബന്ദർ, ദേ ബന്ദർ കറക്റ്റ് ആണ് അല്ലെ. യെസ്, സെറ്റ് അല്ലേ? ആ ഹാപ്പിയാണ്, ഹാപ്പിയാണ്, ഹാപ്പിയാണ്. വേഗം അടുത്തതിലേക്ക് പോവാ അല്ലെ. വേഗം ഈസിയസ്റ്റ് ആക്ടിവിറ്റി ഓഫ് ദ എന്താണ് ഓഫ് ദ ലെസൺ അല്ലെ, ഓഫ് ദ ചാപ്റ്റർ ആണ് ഇത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. വേഗം തന്നെ അടിപൊളിയായിട്ട് ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇയാളുടെ പേരുകളെല്ലാം എന്താക്കാം, സെറ്റ് ആക്കാം. ഓക്കെ അല്ലേ? വേഗം അടുത്തതിലേക്ക് പോവാം. ദേ ഇത് ഈസിയാണ് കേട്ടോ, ഈസിയാ. വേഗം പോരട്ടെ. 3 എന്നുള്ള വേഗം കണ്ടുപിടിച്ചാടാ. ആ യെസ്, 3 യെസ് 3. പിന്നെന്താ 3 ഉള്ളത്? പോരട്ടെ. ആ യെസ്, കഴിഞ്ഞു അല്ലെ. നോക്ക് 4 എണ്ണം ഉണ്ട് ബോക്സ്. അപ്പൊ ആദ്യം ഇയാളുടെ പേരെന്താണ്? ആദ്യത്തെ ബോക്സിൽ ഏത് അക്ഷരം വരോടാ? എല്ലാവരും പറഞ്ഞേ. യെസ്, ആ പോയുന്നുണ്ട്. തിൽ, ആ തീ വരുന്നുണ്ട് അല്ലെ. തില്ലെന്ന് പറ കുറച്ച്. തിൽ, യെസ് തിൽ. പിന്നെന്താ ഉള്ളത്? ആ തിൽ ചട്ട. യെസ്, ഗുഡ് ആണ്. തിൽ ചട്ട. കോക്രോച്ചിന് നമ്മള് തിൽ ചട്ട എന്ന് പറയും അല്ലെ. ഓക്കെ, ഗുഡ്. ഇത് എത്ര പേര് ശരിയാണ്? ശരിയായ എല്ലാവരും കമന്റ് ബോക്സിൽ ഒന്ന് ഹാർട്ട് അല്ലെങ്കിൽ നമ്മൾ ന്യൂട്ടൺസിന്റെ ആപ്പിൾ ഒന്ന് ഇമോജി ആയിട്ടെ. ശരിയായ എല്ലാവരും ഒന്നിട്ടെ, മിസ് ഒന്ന് കാണട്ടെ. യെസ്, ആ ഒരുപാട് പേര് ശരിയായിട്ടുണ്ടല്ലോ. അപ്പൊ ഈസിയസ്റ്റ് ആക്ടിവിറ്റി അല്ലേ. യെസ്, നമുക്ക് വേഗം തന്നെ അടുത്തേക്ക് പോവാം. ഓക്കെ അല്ലേ? യെസ്, നോക്കാമത്തെ ഇയാൾ ആരായിരിക്കും? 4ാമത്തെ എല്ലാവരും നോക്കിയാടാ. 4ാമത്തേല് 3 ബോക്സ് ഉണ്ടാവും. 3 എണ്ണം 4 എന്നുള്ളത് കണ്ടുപിടിക്കണം. ദേ പോരട്ടെ. യെസ്, നിങ്ങൾ എല്ലാവരും സെറ്റ് ആക്കിക്കൊണ്ടാ ആൻസർ വന്നു തുടങ്ങിയാലോ. യെസ്, അപ്പൊ ഞാൻ വേഗം തന്നെ 4 കണ്ടുപിടിക്കട്ടെ. ഓക്കെ. ആ മക്കടാ, എല്ലാരും പറഞ്ഞു മക്കടാ. ഞാൻ വേഗം എഴുതട്ടെ. മക്കടാ, കറക്റ്റ് ആണ് കേട്ടോ. മക്കടി എന്ന് പറയും, മക്കട എന്നും പറയും കേട്ടോ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തയിലേക്ക് പോവാം. നോക്കാം. യെസ്, ഇതാരാണ്? 4 എണ്ണം ഉണ്ട്. ഇത് ആരായിരിക്കും? 5 എന്നുള്ള വേഗം കണ്ടുപിടിച്ചേട്ടാ. പോരട്ടെ. എല്ലാവരും ആൻസർ ഇട്ടു. ഗിർഗിട്ട് ഇട്ടു. ആ ഗിർഗിട്ടാണ്. യെസ്, ഗിർഗിട്ടാണ്. ദേ ഗിർ, ദേ 5 എന്നുള്ള രാ. ആ ഗിർഗിട്ട് 5 എന്നുള്ളത്. 5 എവിടെ? ഓക്കെ, ഗിർഗിട്ട്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ ഈസിയസ്റ്റ് ആക്ടിവിറ്റി ആയിരുന്നു അല്ലെ. അപ്പൊ എത്ര പേര് എല്ലാം ശരി? എത്ര പേരുണ്ട്? യെസ്, ഒരുപാട് പേരുടെ എല്ലാം ശരിയായിട്ടുണ്ട് അല്ലെ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് വേഗം തന്നെ അടുത്തയിലേക്ക് പോവാം അല്ലെ. ഓക്കെ, ദേ ഇയാളെയും കൂടി നോക്കി. അടുത്ത ഇയാളെയും കൂടെ നോക്കി. യെസ്, ഇത് ഈസിയാണ്. ചീണ്ടിയാണ്. 6 ചീണ്ടിയാണ് എന്റെ പൊന്നെ മിസ്സേ എന്നാണ് എല്ലാരും പറയുന്നത്. ചീണ്ടീനെ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. യെസ്, ചീണ്ടിയാണ് കേട്ടോ. കറക്റ്റ് ആണ്, ചീണ്ടി. ഓക്കെ, 6 എന്നുള്ളത് ചീണ്ട. ഓക്കെ, ചീംട്ട. ഓക്കെ, നമ്മുടെ ഉറുമ്പിനെ ചീണ്ട എന്ന് പറയും. ഓക്കെ ആണല്ലോ. നമുക്ക് വേഗം തന്നെ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം അല്ലെ. അതെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുഞ്ഞ് ആക്ടിവിറ്റി ആണിത്. എല്ലാവരും എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. മെയിൻ എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. 100% ആയിട്ട് മെയിൻ എക്സാമിന് ചോദിക്കും. കാര്യം എന്താ? നമ്പേഴ്സ് നമ്മൾ ഇപ്രാവശ്യം പഠിച്ചിരിക്കണം അല്ലെ. ദേ നോക്ക്, 40 വരെയുള്ള നമ്പേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്ക്, എല്ലാം മിസ് വായിച്ചു തരാം കേട്ടോ. 34 34 സൈൻതീസ് 37 തൈൻതീസ് 33 പൈൻതീസ് 35 അടുത്തീസ് 38 ബത്തീസ് 32 ചാലീസ് 40 ചത്തീസ് 36 ഉൻചാലീസ് 39 ഇക്തീസ് 31. അപ്പൊ 31 to 40 ആണ് നമുക്ക് പഠിക്കാനുള്ള. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? 31 മുതൽ 40 വരെയുള്ള ആ നമ്പേഴ്സ് കൃത്യമായിട്ട് ഓർഡറിൽ പറഞ്ഞ് പഠിക്കണം. ഓക്കെ, നമുക്ക് വേഗം തന്നെ പറഞ്ഞു നോക്കാം അല്ലെ. അതെ, നമ്പേഴ്സ് അറിയാം, നമുക്ക് വായിച്ചു നോക്കാം. ഇക്തീസ്, യെസ്, മിസ് പറയും, മക്കള് സ്ക്രീനിലേക്ക് ഉറക്കെ പറയണം കേട്ടോ. ഇക്തീസ്, യെസ്. ബത്തീസ്,
പോരട്ടെ? തൈൻതീസ്, ചൗന്തീസ്, പൈൻതീസ്, യെസ് പോരട്ടെ? യെസ്. ഛത്തീസ്, പിന്നെന്താണ്? സൈൻതീസ് ഉണ്ട്, അടുത്തീസ് ഉണ്ട്, ഓക്കെ പോരട്ടെ? ഉൻചാലീസ് ഉണ്ട്, യെസ് ഉൻചാലീസ് ഉണ്ട്, ചാലീസ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ഓർഡറിൽ 31 മുതൽ 40 വരെയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് പഠിക്കണം, എഴുതി പഠിക്കണം കേട്ടോ. എഴുതി പറഞ്ഞെല്ലാം പഠിക്കണം. ഓൾറെഡി നമ്മൾ 30 വരെയുള്ള പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? 31 മുതൽ 40 വരെയുള്ളത് അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ നമ്പേഴ്സ് സൂപ്പർ ആയിട്ട് പഠിച്ചിട്ട് വേണം നമ്മുടെ മെയിൻ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എക്സാം എല്ലാം അടിപൊളിയായിട്ട് എഴുതാം, ടെൻഷൻ ആവണ്ട, ഹാപ്പി ആയിട്ട് ഇരിക്കുക, വായിച്ച് അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാം കേട്ടോ. അപ്പൊ നല്ലപോലെ തന്നെ വായിക്കാം, നല്ലപോലെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.